ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. പുറപ്പാടിൻ്റെ പുസ്തകമാണ് ഇത് വായിച്ചുകൊണ്ടിരുന്ന 33-ാം അധ്യായം. ആഗ്രഹമുള്ളവർക്ക് അത് വായിക്കാവുന്ന 33-ാം അധ്യായം നമ്മുടെ യൂട്യൂബിൽ അഭിഷേക വചസ്സുകളിലെ മിക്കവാറും ടോക്കുകൾ അത് വരുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് മോശയോട് പറഞ്ഞു, നിന്നോട് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് കാര്യം ഈ ആയുസ്സിൽ ദൈവത്തോട് ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ദൈവം എന്നോട് ഇന്ന കാര്യം പറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. പറഞ്ഞായിരുന്നു, കേട്ടല്ലഞ്ഞതാണ്. പറഞ്ഞായിരുന്നു, സത്യമായിട്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കേട്ടില്ല, ശ്രദ്ധിച്ചില്ല. ക്ഷമ ഇസ്രായേൽ, ഹീറോ ഇസ്രായേൽ. നിരന്തരം ഓരോ പ്രഭാതത്തിന്റെ നിശബ്ദതയിൽ ദൈവം സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ബൈബിൾ ഇങ്ങനെ തുറന്നു വെക്കുമ്പോൾ ബൈബിൾ വായിക്കുമല്ലെന്നേ, നമ്മൾ ദൈവത്തെ കേൾക്കും. ഒരു 10 വാക്യം വായിച്ചാൽ അതിനകത്ത് ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം നിന്റെ ഉള്ളിൽ ഒരു തീക്കനലായിട്ട് മാറുന്നത്. അത് ദൈവം നിന്നോട് പറഞ്ഞതാണ്. ബൈബിളിൽ എഴുതിയത് മുഴുവൻ നിന്നോട് പറഞ്ഞൊന്നുമല്ല കുഞ്ഞെ. ഇതൊരു തീക്കനൽ പോലെ, ഒരു തീപ്പൊരി പോലെ, ഒരു പൊള്ളൽ പോലെ. ഒരു മകളിൽ നിന്ന് സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു, 13 നൊവേനയൊക്കെ എങ്ങനെ ചൊല്ലും. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് 13 നൊവേനയും ഇല്ല. ആ ചേച്ചി പറയായിരുന്നു, ഇപ്പം 13 നൊവേനയും ഇല്ലെങ്കിൽ ഒരു വിഷമമാണ്, കിടന്ന ഉറക്കം കിട്ടത്തില്ല. അവർ പറയുക 13 നൊവേന ഒരു പകുതിയാകുമ്പം, ഒരു 5-6 നൊവേന കഴിയുമ്പം കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങും. ഒരു അഭിഷേകമായിട്ട് മാറുക പ്രാർത്ഥന. അനേകർ ആഗ്രഹിച്ചിട്ട് ചൊല്ലാത്തവരായി മുമ്പിലിരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരൊന്നും എനിക്കറിയാം. ഒന്ന് ട്രൈ ചെയ്തു. അതിനുള്ള സമയമായി ജൂൺ 13 വരെ. നീയും ഇത് പറയും. നൊവേന ചൊല്ലി 6 7 നൊവേന കഴിയുമ്പം നിൻ്റെ കണ്ണ് നിറയും. നിനക്കൊരു ആകാംക്ഷ. നീ ചൊല്ലിയ പ്രാർത്ഥന തന്നെയാണ് ചൊല്ലുന്നത്, പക്ഷേ വീണ്ടും എന്തോ ഒരു അഭിഷേകം, എന്തോ ഒരു ആകാംക്ഷ ആ പ്രാർത്ഥനയെ കണ്ടുമുട്ടുക. ഹല്ലേലൂയ. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്നാ ചോദിച്ചേ? വരണേ, എൻ്റെ കൂടെ വരണേ. കൂടെ വരുമോ കർത്താവേ? മോശയോട് പറയാം, മോശ നീ പറഞ്ഞ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. നീ പറഞ്ഞ ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും. പൊന്നുമക്കളെ, ഇന്ന് ഈ ജൂൺ മാസത്തിന്റെ ആദ്യ ചൊവ്വാഴ്ച നീ ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യത്തോടുള്ള ദൈവത്തിന്റെ പ്രതികരണമായത്. നീ പറഞ്ഞ ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തന്നിരിക്കുന്നു. വന്നപ്പോ മുതൽ ഇത് പറയുന്നില്ലേ കുറച്ച് കാര്യങ്ങള്. ഈശോ തമ്പുരാൻ കേട്ടു. നീ പറഞ്ഞ ഈ കാര്യവും നിനക്ക് ഞാൻ ചെയ്തു തന്നിരിക്കുന്നു. എന്തെന്നാൽ കാരണമുണ്ട് കേട്ടോ. നീ എൻ്റെ പ്രസാദം നേടിയിരിക്കുന്നു, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. പൊന്നു മക്കളെ, ഇന്ന് രാവിലെ മുതൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നൊരു കാര്യമായതാണ്. നീ ദൈവപ്രസാദത്തിലാണോ ജീവിക്കുന്നത്? നീ എൻ്റെ ദൈവം എന്നിൽ സംപ്രീതനാണോ? ദൈവമേ, ഹല്ലേലൂയ. നീ നിന്നിൽ, മോശയോട് പറയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. നേരത്തെ വ്യാഖ്യാനിച്ച പിന്നെ പോകുന്നില്ല. നിന്നെ എനിക്ക് നന്നായി അറിയാം. രാത്രിയിൽ തലയിണ കണ്ണീരായി മാറുന്നത്. നമ്മൾ ഒരു മകള് സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു. ഈ പെങ്കൊച്ച് മുറിയടച്ചിരിപ്പാണ് ഇപ്പോഴും. ഇളയ ചെറുക്കൻ ചെന്ന് ഒളിഞ്ഞു നോക്കിയപ്പോൾ അവൾ ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുക. പരീക്ഷ എഴുതാൻ പറ്റാത്ത രീതിയിൽ അവിടെ കൈക്ക് നീരാണ്. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പകുതി കൈ മുഴുവൻ എഴുതാൻ പറ്റത്തില്ല. ഇവളെന്നാ ചെയ്തു? നീര് വെച്ച കൈ കൊണ്ട് ദൈവവചനം എഴുതി. +2 കഴിഞ്ഞ ആഴ്ച റിസൾട്ട് വന്നപ്പം 85%.
കൈക്ക് ഒരു കുഴപ്പമില്ലാത്ത ആൾക്ക് 50% കിട്ടിയുള്ളൂ. ആരും കാണാതിരിക്കാൻ ഒളിച്ചിരുന്ന്, നേരത്തെ പറഞ്ഞില്ലേ മകളുടെ കാര്യം, 11 വർഷം ഇന്ന് വന്നത് യോഹന്നാൻ്റെ സുവിശേഷം മുഴുവൻ എഴുതിക്കൊണ്ടാണ്. ഞാൻ ഗർഭിണിയായിരുന്ന കാലത്താണ് ഞാൻ ഈ ബൈബിൾ എഴുതിയത്. ആ മകൾ പറയുക, ജൂൺ മാസം തുടങ്ങുമ്പം ഒരു രഹസ്യം പറഞ്ഞു തരാം. ദൈവവചനം എഴുതിക്കോ, ദൈവവചനം വായിച്ചോ, അത് സംഭവിക്കും. ദൈവവചനം വായിക്കണം, ദൈവവചനം എഴുതണം, അത് സംഭവിക്കും. സംഭവിക്കും, സംഭവിക്കും. നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. നിന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരാളെങ്കിലും ലോകത്തിലുണ്ടോ? ഇല്ല. നിന്റെ ഭർത്താവിനറിയാവോ? നിന്റെ ഭാര്യയ്ക്കറിയാവോ നിന്നെ? നിന്റെ അപ്പനറിയാമോ? നിന്റെ അമ്മയ്ക്കറിയാവോ നിന്നെ നന്നായിട്ട്? നിന്റെ മക്കൾക്കറിയാവോ നിന്നെ നന്നായിട്ട്? തമ്പുരാനെ പറയും, എനിക്ക് നിന്നെ നന്നായി അറിയാം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളവും എല്ലാം അറിയുന്നൊരു തമ്പുരാൻ കർത്താവ് മകളെ. തമ്പുരാൻ്റെ മുമ്പിലാണ് നമ്മൾ വ്യാപരിക്കുന്നത്. നമ്മുടെ മനസ്സാക്ഷി അറിയുന്നൊരു ദൈവം. ഞാനിപ്പോൾ എന്നാ ചിന്തിച്ചുകൊണ്ട്, ഞാൻ എന്താഗ്രഹിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് ഈ ആലയത്തിൽ വന്നു, എന്തുകൊണ്ട് അച്ഛൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു വിറയലോടെ ഓർക്കേണ്ട കാര്യമാണ്. നിന്നെ എനിക്ക് ഐ നോ യു വെരി വെൽ, ഐ നോ യു വെരി വെൽ. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. മോശ പറഞ്ഞു, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കൊളുത്തി കയറുക മോശ, കൊളുത്തി കയറുക. എനിക്ക് കാണാൻ ദേശം നിന്നാൽ പോരാ, നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ എനിക്ക്? കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു, സ്നേഹിതനോടെന്ന പോലെ മോശയ്ക്ക് കൊതി. ദൈവത്തെ ദൈവങ്ങളൊന്ന് ആഗ്രഹിക്കണം. ദൈവമേ, നിന്നെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ദൈവത്തിന് മുഖമുണ്ടോ? ദൈവത്തിന് മുഖമുണ്ടോ? ദൈവത്തിന് സ്വരമുണ്ടോ? ദൈവത്തിന് പേഴ്സണാലിറ്റി ഉണ്ടോ? കഴിഞ്ഞ ആഴ്ചയിൽ തൃത്വത്തിൻ്റെ തിരുനാളായിരുന്നു. ഒരു ദൈവം, 3 ആൾ. പെർസോണ എന്ന് പറഞ്ഞാൽ ഗ്രീക്കല്ലേ, മുഖം മൂടിയ. മുഖമുണ്ട്, പിതാവിന് മുഖമുണ്ട്, പുത്രന് മുഖമുണ്ട്, പരിശുദ്ധാത്മാവിന് മുഖമുണ്ട്. പെർസോണ, മുഖമുണ്ട് മക്കളെ. നമ്മുടെ ദൈവത്തിന് മുഖമുണ്ട്. അതിന് അപ്പുറത്തിരുന്ന് വിളിച്ചു പറയുന്ന അശരീരിയുടെ പേരല്ല ദൈവം. അടുത്തു വന്ന് കൈക്ക് പിടിച്ച് മുഖത്ത് നോക്കി കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നവൻ്റെ പേരാണ് നമ്മുടെ ദൈവം. ഒരാമേനെങ്കിലും പറയുമോ? അതിന് പുറത്തിരിക്കുന്ന, അതിന് പുറകിലിരിക്കുന്ന ഒരു ദൈവമൊന്നുമല്ല മക്കളെ. മുഖമുള്ള, കയ്യും കാലും കണ്ണും കരളും ഉണ്ടെന്നൊക്കെ സങ്കീർത്തന പുസ്തകം പറയുന്നുണ്ട് നമ്മുടെ ദൈവത്തിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ ചോദിക്കുക, ആദ്യം ചോദിച്ചത് ഓർക്കുന്നുണ്ടോ? 2-ാം അധ്യായത്തിൽ, നിന്റെ പേരെന്നാ? നിന്റെ പേരെന്താ? വെളിപാട് കൊടുക്കുക മകളെ. മോശ എന്ന മനുഷ്യൻ്റെ ആത്മീയതയൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ധ്യാനിക്കാനുണ്ട്. മോശ എന്ന മനുഷ്യൻ്റെ ആത്മീയത. ചെറുപ്പത്തിൽ പെറ്റു വീണപ്പോൾ കൊല്ലാൻ വേണ്ടി പട്ടാളക്കാർ വന്ന് നിന്ന മനുഷ്യൻ്റെ കഥയായി പറഞ്ഞുകൊണ്ടിരിക്കണേ. ചെറുക്കനൊന്ന് ഒച്ചത്തിൽ നീട്ടിക്കറിഞ്ഞപ്പോൾ പട്ടാളക്കാർ തപ്പിപ്പിടിച്ചു വന്നു. എവിടെയോ ഒരു നിലവിളി കേട്ടല്ലോ, ആരാത്? അവസാനം വെള്ളത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടവൻ, രാജകൊട്ടാരത്തിൽ വളർന്നവൻ, ഏതോ ഒരു ഈജിപ്തുകാരനെ തല്ലിക്കൊന്നവൻ, നാട് വിട്ടുപോയവൻ മോശ. പോട്ടെ, ആർക്കും ദൈവത്തെ കാണാന്നാണ് പറഞ്ഞു വന്നത്. എനിബഡി ക്യാൻ സീ ഗോഡ്. ഇവിടെ ഇരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈശോയെ കാണാന്നാ പറഞ്ഞത്. രാവിലെ ഒരു മോള് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അപ്പൻ തീരുമാനിച്ച അത് നടത്തും. ഞാൻ ചോദിച്ചു, നിൻ്റെ അപ്പൻ ആരാടി? എൻ്റെ അപ്പൻ യേശുവാന്ന് അവള് പറഞ്ഞു. ഒന്ന് കൈയടിച്ചൊരു 16 വയസ്സുള്ള പെങ്കൊച്ച് പറഞ്ഞതാണ്. എൻ്റെ അപ്പനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പനത് നടത്തിയിരിക്കും. എന്തൊരു ഗ്യാരണ്ടി! ദൈവം എന്നൊക്കെ ഇത്ര ഇതിലപ്പുറത്ത് ഗ്യാരണ്ടിയാ മക്കളെ വേണ്ടേ? ഈശോ തമ്പുരാൻ പഠിപ്പിക്കാൻ ശ്രമിക്കാം. സ്വർഗത്തിലോട്ട് നോക്കി, ഇത് അപ്പനാത്. കൊച്ചു പിള്ളേര് സാധാരണ കൊളോക്കിയൽ ഭാഷയിൽ പറയുക,
എൻ്റെ അപ്പനൊരു കാര്യം തീരുമാനിച്ചാൽ നടത്തും. നിന്റെ അപ്പനാരടി? എൻ്റെ അപ്പൻ ഈശോയ, സ്വർഗത്തിലെ എൻ്റെ അപ്പൻ. ധൈര്യം ഉണ്ടോ മക്കളെ പറയാൻ അങ്ങനെയൊക്കെ? സ്വർഗത്തിലെ എൻ്റെ അപ്പൻ. പ്രതിമയുടെ പേരല്ല ദൈവം, ഒരു സങ്കല്പത്തിന്റെ പേരല്ല ദൈവം, ഒരു തത്വശാസ്ത്രത്തിന്റെ പേരല്ല ദൈവം, ഒരു ബന്ധത്തിന്റെ, ഒരു അനുഭവത്തിന്റെ പേരാ, ഒരു ജീവിതത്തിന്റെ പേരാ, ഒരു വ്യക്തിയുടെ പേരാ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മതി, അത്രയ്ക്ക് മനസ്സിലായാൽ മതി ദൈവത്തെ പറ്റി. അങ്ങയുടെ മഹത്വം കബോത്ത് എനിക്ക് കാണണം, അങ്ങയുടെ മഹത്വം എനിക്ക് കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ മഹത്വം നിൻ്റെ മുമ്പിലൂടെ കടന്നു പോകും. ദൈവം അനുവദിക്കും മക്കളെ, പക്ഷേ അത് നിൻ്റെ ജീവിതത്തെ മാറ്റും. ഒരിക്കലെങ്കിലും ഒരു ദൈവാനുഭവം നിൻ്റെ ജീവിതത്തിലൂടെ ദൈവം കടന്നു പോകുന്നൊരു അനുഭവം. നമുക്ക് നേർച്ചയിട്ട അനുഭവമുള്ളേ, നമുക്ക് തിരികെത്തിച്ച അനുഭവമേ ഉള്ളൂ, നമുക്ക് മാലയിട്ട അനുഭവമേ ഉള്ളൂ. ജീവിതത്തിൻ്റെ നേർക്കുനേർ, മുഖാഭിമുഖം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മഹത്വം നിൻ്റെ മുമ്പിലൂടെ കടന്നു പോകും. കർത്താവ് എന്ന എൻ്റെ നാമം നിൻ്റെ മുമ്പിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. ദ ലോർഡ്, ലോർഡ് ഓഫ് ആർമീസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് എന്ന, നോക്കി, നിന്റെ കർത്താവ് ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവില്ല. കിട്ടുന്നുണ്ടോ മക്കളെ പറഞ്ഞു വരുന്നത്? ഇന്നത്തെ ദിവസത്തെ മുഴുവൻ ധ്യാനവും ദൈവം ആരാണ്? ദൈവം എങ്ങനെ പറയാം? ഒരു കൾമിനേഷനിലേക്ക് വരിക. ഞാൻ കർത്താവാണ് കൊച്ചേ, ഞാൻ കർത്താവാണ്. ദൈവമയുടെ ഒരു മകൾ എന്ന് പറയുന്നുണ്ടായിരുന്നില്ല, ആശുപത്രി കയറി ചികിത്സയെല്ലാം കഴിയുമ്പോൾ 6 ലക്ഷത്തി സംതിങ് ആയി. 6.5 ലക്ഷമായി. മറ്റേ ആ മകൾ തന്നെയാണ്. 3 ലക്ഷം എവിടെ നിന്നൊക്കെ ഒപ്പിച്ചു കൊടുത്തു. ഇനി 3.5 ലക്ഷം എവിടെ നിന്ന് കിട്ടും? ഏതോ ഒരു സുഹൃത്ത് വന്നിട്ട് ആ 3.5 ലക്ഷം രൂപ കൊടുത്തിട്ട് പറഞ്ഞു, തിരിച്ചു തരണ്ട കേട്ടോ. കർത്താവ് എന്ന നാമം കർത്താവ് പ്രഖ്യാപിക്കും മക്കളെ. ഇന്ന് നിങ്ങൾ എന്ത് ഇല്ലായ്മയിലാണോ, ഇന്ന് നിങ്ങൾ എന്ത് വല്ലായ്മയിലാണോ, ഇന്ന് നിങ്ങൾ എന്ത് തകർച്ചയിലാണോ, ഇന്ന് നിങ്ങൾ എന്ത് ദുരന്തത്തിലാണോ, ഇന്ന് നിങ്ങൾ എന്ത് പ്രതിസന്ധിയിലാണോ, അതിന്റെ മേൽ അധികാരമുള്ളവന്റെ പേര് കർത്താവ്. Is the Lord. He has authority. He has power. He has dominion. നിന്റെ ആരോഗ്യത്തിന്റെ മേല്, നിന്റെ സമ്പത്തിന്റെ മേല്, നിന്റെ ജോലിയുടെ മേല്, നിന്റെ കുടുംബത്തിന്റെ മേല് അവൻ അധികാരം ഉണ്ടെന്നേ. അച്ഛൻ്റെ മേല് കർത്താവിന് അധികാരം, നിന്റെ മേല് ആർക്കും അധികാരമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് എന്ന എൻ്റെ നാമം നിന്റെ മുമ്പിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. കേൾക്കണോ? ഇനി എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. I will be pleased with him whomever I want. ആരോട് തോന്നി അവരോട് ഞാൻ ഇഷ്ടം കാണിക്കും. അവരുടെ മേൽ ഞാൻ, ആരുടെ മേലും, whosoever, അല്ലേ? തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നീട്ടിയ വല വീശുന്ന മതിലുകളില്ല. ചില മുതലാളിമാരെ കണ്ടിട്ടില്ല, വന്നെല്ലാ സ്ഥലവും വാങ്ങിച്ചു കൂട്ടുന്നേ, വേലികളൊക്കെ പൊളിച്ചു കളഞ്ഞു, മതിലൊക്കെ. അങ്ങനത്തെ ഒരു മുതലാളിയുടെ പേരാ ദൈവം. മനുഷ്യൻ്റെ മനസ്സിലെ സകല മതിലുകളും പൊളിച്ചു കളഞ്ഞിങ്ങനെ എല്ലാവരും എൻ്റെയാണ്, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവും. ഭാഗ്യമാക്കളെ, നമുക്കൊരപ്പനുണ്ടല്ലോ. ഹല്ലേലൂയ. എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും, എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. കരുണ. കഴിഞ്ഞ ദിവസം ഇവിടെ ശുശ്രൂഷ ഉണ്ടായിരുന്നല്ലോ, ഞായറാഴ്ച ബേഡിനച്ചൻ പറയും, കരുണയെ പറ്റി പറയുന്നുണ്ടായിരുന്നു. കരുണ, റഹമി, ഗർഭപാത്രം, വയറ്റിൽ കിടക്കുന്ന കൊച്ചിനോട് അമ്മയ്ക്ക് തോന്നുന്ന അടുപ്പം, ബന്ധം, ഒന്നിപ്പ്.
പറയുന്ന ചിന്തിക്കാൻ പറ്റുമോ? എത്ര വലിയ കൂട്ടുകാരാണെങ്കിലും ഇവിടെ ഇരിക്കാമല്ലോ, എത്ര വയറ്റിലോട്ട് കയറ്റാൻ പറ്റുമോ ആരെങ്കിലും? എത്ര സ്നേഹിച്ചാലും ഇവിടം വരെ ചേർന്നിരിക്കാൻ പറ്റും, അതിനെപ്പുറത്തോട്ട് പറ്റുമോ? ചങ്ക് പൊളിച്ച് വെച്ചിരിക്കുന്ന എന്തിനാ അറിയാം? അവൻ്റെ അകത്തോട്ട് കയറ്റാനാണ്. യു എൻ്റർ ഇൻ ടു മൈ ഹാർട്ട്, എൻ്റെ തിരുഹൃദയത്തിനുള്ളിലേക്ക് നീ പ്രവേശിച്ചു. ഗർഭമാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കരുണ കാണിക്കും. അവിടുന്ന് തുടർന്നു. നമുക്ക് എഴുന്നേക്കാം മക്കളെ, സമയമായി. എഴുന്നേറ്റോ, ഇരുകരങ്ങൾ വന്ന് ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാട്ടും, എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. ഇതാ ഞാൻ നിന്റെ മുമ്പിലൂടെ കടന്നു പോകും. കർത്താവ് എന്ന നാമം ഞാൻ പ്രഖ്യാപിക്കും. ദൈവമക്കള്, നിന്റെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലേക്കും, ഏത് തകർച്ചകളിലേക്കും, ഏത് നൊമ്പരങ്ങളിലേക്കും ഈശോയെ സമർപ്പിച്ച് ദൈവപ്രസാദത്തോടെ ജീവിക്കാൻ, ദൈവഗീതം നിറവേറ്റാൻ ഈശോയെ ഓ കർത്താവേ, കരുണ കൊണ്ട് പതിയണമേ കർത്താവേ, സ്നേഹം കൊണ്ട് പതിയണമേ കർത്താവേ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ